അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം, അതായത് രാവിലെ 9 മണിക്ക് ഞങ്ങൾ ഈ മരുഭൂമിയിൽ വന്നതാണ്. ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചുപോയി. വീണ്ടും 1 മണിക്ക് ഞങ്ങൾ വന്നു. 1 മണി മുതൽ 4 മണി വരെ ഞങ്ങൾ കാത്തിരുന്നു. അതായത് 4 മണിക്ക് മാത്രമാണ് ഈ ട്രിപ്പ് മരുഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് കേട്ടോ. ഇനി ഇവിടുന്ന് ഈ സൗദി ഗവൺമെന്റിന്റെ ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മളെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു വാഹനങ്ങളും പ്രൈവറ്റ് വാഹനങ്ങൾ പോകാൻ അനുവദിക്കില്ല. അപ്പോൾ ഒരു ബസ്സിൽ അറൗണ്ട് 38 പ്ലസ് 41 പീപ്പിൾ ഈ ബസ്സിൽ പോകും. അത് കുട്ടികൾക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മടിയിലിരുത്തിക്കൊള്ളണം. ബാക്കിയുള്ളവരെ കയറ്റി പിന്നെ അറൗണ്ട് 4 സൗദി പൗരന്മാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അവരാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ അവർ നമ്മൾക്ക് ഇതിന്റെ പൂർണ്ണമായ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരും. എന്തായാലും യാത്ര ആരംഭിക്കുകയാണ്. ട്രാവൽ ടെക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ അമേസിങ് വീഡിയോ ആണ്, വളരെ ഹിസ്റ്റോറിക്കൽ വീഡിയോ ആണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കാത്തിരുന്നാണ് ഇവിടേക്ക് പോകുന്നത്. മരുഭൂമിയിൽ കൂടി അറൗണ്ട് 8 മിനിറ്റ്സോളം യാത്രയുണ്ട്. ഇവിടേക്ക് വേറൊരു വാഹനങ്ങളും അനുവദിക്കില്ല. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ, റോഡ് പോലും അവര് ഇതുവരെയ്ക്ക് ഒരു ഫിക്സ്ഡ് റോഡ് പണിഞ്ഞിട്ടില്ല. അതായത് ഇൻ ഫ്യൂച്ചറിൽ ഇവിടേക്ക് വളരെ ഡെവലപ്മെന്റ്സ് വരും എന്നാണ് ഞാൻ അവിടുന്ന് അവരോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു തന്നത്. ആക്ച്വലി ഇവർ ഇതിനകത്ത് ഇംഗ്ലീഷിലും അറബിക്കിലും വാഹനത്തിനകത്ത് തന്നെ റെക്കോർഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിപ്പം നമ്മൾ ഇവിടെ കേൾപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ പോകുന്നത് ഈ മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് 47 ഹെക്ടർ സ്ഥലമാണ്. 47 ഹെക്ടർ സ്ഥലമാണ് ഉള്ളത്. ഇതിനുള്ളിലാണ് നബത്തിയൻ എന്ന് പറയുന്ന ഫാമിലി, അതായത് പണ്ട് നബത്തിയൻ എന്ന് പറയുന്ന ട്രൈബ്സ് ഇവിടെ താമസിച്ചിരുന്നു കേട്ടോ. ആ ട്രൈബ്സിന്റെ പണ്ടുകാലങ്ങളിൽ ചെയ്ത പല രീതിയിലുള്ള ശവകുടീരങ്ങളും വീടുകളും അവരുടെ റിസപ്ഷനും അതുമൊക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്ത് 4 സ്പോട്ടിൽ മാത്രമേ ഇപ്പോൾ ടൂറിസം അനുവദിക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നെ അവർ ഓരോന്നായിട്ടും വീണ്ടും വീണ്ടും ഓപ്പൺ ചെയ്യുന്നതാണ് പറയുന്നത്. സ്റ്റിൽ ഇവിടെ ഗവേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. ഇതിപ്പോ റീസെന്റ് ഇപ്പൊ കുറച്ചൊരു സമയമായിട്ടുള്ളൂ ഇത് ഓപ്പൺ ചെയ്തിട്ട്. അതിനു മുന്നേ ഇതിനകത്തൊക്കെ ആർക്കും കയറാനൊന്നും പറ്റില്ലായിരുന്നു, വളരെ എല്ലാം ക്ലോസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടേക്ക് ഇങ്ങനെ ബസ്സിലെ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ഇവിടേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് അറൗണ്ട് ഒരു 10 മിനിറ്റ്സ് നമ്മുടെ ബസ്സിനകത്ത് നമുക്ക് ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇവിടെ എങ്ങും ഒരു കല്ലിലോ മണ്ണിലോ പോലും നമ്മളൊന്നും കോറിയിടാനോ ഒന്നും നശിപ്പിക്കാനോ ഒരു കഷണം പ്ലാസ്റ്റിക്കോ പേപ്പറോ അങ്ങനെയുള്ള ഒരു സാധനം വലിച്ചെറിയാനോ ഒന്നും പാടില്ല. വളരെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന സൗദി പൗരന്മാർ പറയുന്ന സ്ഥലത്തല്ലാതെ വേറെ ഒരു സ്പോട്ടിലും 1 ഇഞ്ചോ 1 സെന്റിമീറ്ററോ നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ക്ലാസ് തന്നതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിനകത്ത് ഇപ്പം നമ്മൾ പോകുന്ന ബസ്സിൽ അറൗണ്ട് 41 പേരുണ്ട്. 41 പേരിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ഇന്ത്യക്കാരാണ്. പിന്നെ യൂറോപ്യൻസ് ഉണ്ട്, പിന്നെ അത് പോയിട്ട് സൗദി പൗരന്മാരുണ്ട്, മറ്റ് അറബ് കൺട്രിയിലുള്ള ആൾക്കാരുണ്ട്. ഇതുപോലെ 3 ബസ്സുകൾ ഇനി വരുന്നുണ്ട്. 3 ബസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു ടൈമിൽ 3 ബസ്സുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് 4 o'clock ട്രിപ്പിലാണ്. അത് കഴിഞ്ഞ് 5 o'clock ട്രിപ്പ് ഉണ്ട്, 5:30 ഒരു ട്രിപ്പ് ഉണ്ട്. ഇന്ന് 3 ട്രിപ്പുകളേ ഉള്ളൂ അവിടെ. ഇത് സമ്മർ ആയതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ കൊണ്ടുപോകുന്നത്. അതായത് AC ഇല്ലാതെ ഇതിനകത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ AC ഉള്ള ബസ്സിൽ ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. പറഞ്ഞ മരുഭൂമിയാണല്ലോ, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ പോകുന്നത്. അല്ലെങ്കിൽ അവിടെ 700 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ
സെപ്പറേറ്റ് ആയിട്ട് പോകാൻ അവിടെ 4-wheel ഡ്രൈവ് വെഹിക്കിളുണ്ട്. ഇവിടെ 4-wheel ഡ്രൈവിന്റെ ആവശ്യമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇത് മഡ് റോഡാണ്, വളരെ ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. റോഡ് നല്ല ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ടാറിട്ട റോഡോ വാഹനങ്ങൾ ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡും അല്ല. എന്ന് പറഞ്ഞാൽ എല്ലാം അവര് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ അതിനകത്തേക്ക് വിട്ട് നിങ്ങൾ പോയി വരിക, ഞങ്ങൾ നിങ്ങളുടെ പൈസ വാങ്ങും, അത് കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് പോവാ, നിങ്ങൾ അവിടെ എന്ത് കാണിച്ചാലും അതൊന്നും ഒരു പ്രശ്നമില്ല, അങ്ങനെ അല്ല. ഇത് വളരെ ക്ലീൻ ആൻഡ് ഇതായിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഇത് പണ്ട് കാലത്ത്, അതായത് ഇപ്പൊ ഇവര് ഇവിടം കണ്ടെത്തിയിട്ട് 2000 വർഷങ്ങളായിട്ടുണ്ട്. അതിനും ഒരു 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നബത്തിയൻ എന്ന് പറയുന്ന ഒരു ഫാമിലി താമസിച്ചിരുന്നു. അതാണ് ഇന്നലെ ഞാൻ കാണിച്ച വീഡിയോയിൽ അതിൽ അവസാനത്തെ കണ്ണിയായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് ഹീനത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ രൂപം ഉണ്ടാക്കുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അവരാണ് ഈ നബത്തിയൻ ഫാമിലിയിൽ അവസാനമായി ഈ സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്ന് ഹിസ്റ്റോറിക്കലി പറയുന്നത്. അവരുടെ സ്കള്ളാണ് ഇവര് ശവകുടീരത്തിൽ നിന്ന് എടുത്ത് വീണ്ടും റീക്രിയേഷൻ ചെയ്ത് നമ്മളെ ഇന്നലെ കാണിച്ചത്. അപ്പോ അവരാണ് അവസാനമായിട്ട് ഇവരെ ഭരിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അതിനു മുന്നേയൊക്കെ ആണുങ്ങളും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും നമ്മൾ അവരുടെ ശവകുടീരവും കാണാൻ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഒരു 4 സ്പോട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 സ്പോട്ടുകളിലും നമ്മൾ പോകും. ആദ്യം നമ്മൾ പോകുന്നത് ഒരു അവരുടെ വീടിന്റെ റിസപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശവകുടീരം, പിന്നെ അവരുടെ വേറൊരു റോക്ക്, അതായത് റെഡ് റോക്ക് എന്ന് പറയുന്ന ആ റോക്ക്, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് അറൗണ്ട് 2 hours ട്രിപ്പാണ് ഈ മരുഭൂമിയിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നത്. പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ, വെറും 95 റിയാലാണ് അവർ നമ്മളിൽ നിന്ന് വാങ്ങുന്നത്. അതായത് അഡൽട്ടിന്, കുട്ടികൾക്ക് ബിലോ 18 years 35, പിന്നെ അത് കഴിഞ്ഞാൽ ബിലോ 5-ന് 0. അപ്പോൾ നമ്മുടെ ടൂറ് ആദ്യത്തെ സ്പോട്ടിൽ എത്താൻ പോകുന്നുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ആദ്യത്തെ സ്പോട്ട്. അപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ, ഈ 2 സൈഡിലും മലകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആ മലകളില് പല രീതിയിലുള്ള ശവകുടീരങ്ങൾ കൊത്തിവെച്ചതും ഒക്കെ ഇനി നമുക്ക് കാണാനുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് പണ്ടുകാലത്ത് വീടുകൾ ഉണ്ടായിരുന്നതാണ് ഇവർ അനുമാനിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ആദ്യ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇത്ലിബ് എന്ന് പറയുന്ന ആദ്യത്തെ സ്പോട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ സ്പോട്ട് കാണാൻ പോവാണ് കേട്ടോ. ഇതാണ് ആ സ്പോട്ട്. ഈ ബസ്സിലാണ് നമ്മൾ വന്നത് കേട്ടോ. ബസ്സിലാണ് ഇവിടെ കൊണ്ടുവരിക. 4-wheel ഡ്രൈവ് ഉണ്ട്. അതിന് 700 റിയാലാണ് നമ്മുടെ 4-wheel ഡ്രൈവിൽ നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ജീപ്പ് Call me Razak. I am going to be the Rawi. Rawi, it's mean a storyteller, and this is the nickname that we give for the tour guides in Alula area. We are going to visit 4 stops in our tour. At each tour, I'm gonna start explaining first in English, and then after that, I'm gonna repeat in Arabic. But during our tour time, we have some rules that we have to follow during our tour. We have my colleagues, Mr. Zahir and Mr. Mishal. They are from the Rangers team, and they're gonna give us the rules and the information that we need to follow during our tour. So first, we cannot climb the mountains or make a mark on them. We cannot enter tombs or enter the D1 area, which we are going to now. Also, we have some paths given to us by our colleagues at the Rangers that we have to follow during our tour.
If you have any thing that you want to know more about, if you have any questions, you can ask my colleague Zahir or my colleague Mish'al about entering the tombs, etc. And they will be happy to answer all your questions. And for now, sorry for making you standing in the sun for a short. ഇപ്പോ നമുക്ക് റസാഖ് ഒരു ആമുഖം തന്നിട്ടുണ്ട്. റസാഖ് എന്ന് പറയുന്നത് നമ്മുടെ ടൂർ ഗൈഡാണ്. പുള്ളി നമുക്കൊരു ആമുഖ സംഭാഷണം നടത്തി അതിന്റെ വിവരണമൊക്കെ തന്നിട്ടുണ്ട്. പുള്ളി ടൂർ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ വക ടൂർ ഗൈഡാണ്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്ന ഗൈഡാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സൗദി അറേബ്യ എത്രത്തോളം ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും അറബിയിൽ ഗൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഗൈഡുമാരുണ്ട്. ഇദ്ദേഹം നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് എല്ലാവർക്കും കൂടുതൽ വിശേഷണങ്ങൾ ഈ നബത്തിയൻ ഫാമിലിയെ കുറിച്ചും ഇവരുടെ സിവിലൈസേഷനെ കുറിച്ചും ഒക്കെ വളരെ ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് അവരുടെ ഒരു റിസപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഹോള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ആദ്യം പോയി കാണുന്നത്. നിങ്ങൾ കണ്ടല്ലേ ഈ പാറകളൊക്കെ കണ്ടാൽ നമുക്ക് ബാബറി മസ്ജിദിന്റെ ആ ഒരു മകുടത്തിന്റെ ആ ഒരു സെറ്റപ്പ് ഓർമ്മ വരുന്നില്ലേ. ഇവിടെ മറ്റുള്ള വീടുകൾ നിറച്ച് വീടുകളുണ്ടായിരുന്നു. പക്ഷെ ഇവർ ഈ റിസപ്ഷനൊക്കെ മറ്റുള്ളവരെ വെളിയിൽ നിന്നുള്ള ആൾക്കാരെ സ്വീകരിച്ച് ഇരുത്തിയിരുന്ന സ്ഥലമാണെന്നാണ് ഇവർ ഗവേഷണം നടത്തി പറയുന്നത്. എന്തായാലും ഈ പാറയൊക്കെ ആരാണ് ഇത്രയും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് അൺബിലീവബിൾ. നമുക്ക് ഫ്യൂച്ചറിൽ റസാഖിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും ഇതിന്റെ വളരെ ഡീപ്പായിട്ടുള്ള വളരെ കിടിലം അടിപൊളി കിടുക്കാച്ച് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.